ചാക്കോ, നമ്മൾ ട്രസ്റ്റിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ആ സമയത്ത് ആ പെൻഷൻ കിട്ടുമെന്ന്. താനത് പറഞ്ഞ് പേടിപ്പിക്കാറുള്ളൂ. എല്ലാം നൈസാണ്. അതെ അടുത്ത ആഴ്ചയല്ലേ പരിപാടി? ഇന്ന് വൈകിട്ട് കാണണം കേട്ടോ. ആ ഓക്കെ ഓക്കെ. അവിടെ നിൽക്കണോ അവനിക്ക്? എന്തോ ഞാനൊരു ATM മെഷീനൊന്നും അല്ല. ഞാൻ സാധാരണ മനുഷ്യനാണ്. എനിക്ക് 2 കയ്യേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ അറിയാമല്ലേ? ഇവിടെ ഇതൊരു ഓഫീസാണ്. കാലത്താത്തോക്ക് ഇത് കൊടുത്ത് ആ സാറിനെ കൊടുക്കും. ആ സാറിനെ ഇവിടെ കുറച്ച് നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് കഴിയട്ടെ. ടോറിനോട് പോയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യും. തന്തയും തന്നെ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പങ്ക് പഠിച്ചിരിക്കുന്ന കുറെ പിതാവിന്റെ ദൃഷ്ടി വേണ്ടിയാണല്ലോ. അതെ സാർ, അപ്പച്ചന് തീരെ വയ്യ. തീരെ വയ്യ സാറേ. ഓഹോ, പിന്നെ എനിക്കിത് കിട്ടിയിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓ എന്നാ പിന്നെ ചെക്ക് മാറുമ്പോൾ അതൊക്കെ കിടക്കട്ടെ. പലിശയെങ്കിലും കിട്ടുമല്ലോ സാർ. എന്താ പറഞ്ഞു? അപ്പച്ചനായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഇല്ലേ? എന്തോ ആവശ്യം? ഇതൊക്കെ ബോധിപ്പിച്ചായിരുന്നു പെൻഷൻ കാശ് എടുത്തോളായിരുന്നു. ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ. പറഞ്ഞേ ഉള്ളൂ. സാറെ ഒന്ന് ശരിയാക്കി സാറേ, പെട്ടെന്ന് ശരിയാക്കി നമുക്ക് പോട്ടെ. ഞാൻ ഈ ടോക്കണുമായിട്ട് പോയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യും. ഇത് സാറേ ഇതൊക്കെ എന്തോ ഫാസ്റ്റ് ആവുന്നത്? വെറുതെ ഒന്നുമല്ലല്ലോ. ആ കാലത്ത് ചോരൻ എനിക്ക് അധ്വാനിച്ചതിന്റെ കാശല്ലേ ചോദിക്കുന്നത്. ആരധ്വാനിന്റെ കാശ് തരാൻ പറയുന്നത്? എന്റെ അപ്പൻ. അല്ല താനല്ലല്ലോ. അപ്പൊ കുറച്ച് വെയിറ്റ് ചെയ്തേക്ക് വരും. അവിടെ നിൽക്ക്. ഇതേ നിങ്ങളുടെ ചെക്ക് മാറാൻ പറ്റിയില്ല. ഇത് മസ്റ്റർ ചെയ്തിട്ടില്ല. മസ്റ്ററോ? മസ്റ്ററോ? ആ അതെ. അതെന്താണ് മസ്റ്റർ? മസ്റ്റർ ചെയ്യാതെ പെൻഷൻ വാങ്ങാൻ വന്നത് എന്താണ് മസ്റ്റർ? എനിക്ക് അറിയാൻ പറ്റാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അത് അറിയില്ലല്ലേ? മസ്റ്റർ അറിയില്ല? എനിക്കറിയില്ല സാറേ. സാറേ ഒന്ന് പറഞ്ഞു കൊടുത്തേ സാർ. സാറിന് അറിഞ്ഞൂടാ? ഒന്ന് പറഞ്ഞു കൊടുത്തേ സാറേ. അവിടെ ട്രഷറി ഓഫീസറുണ്ട്. ആ സാറിനടുത്ത് ചെന്നാൽ ആ സാറ് പറഞ്ഞു തരും എന്താണ് മസ്റ്റർ എന്നുള്ളത്. ട്രഷറി ഓഫീസറിന് മാത്രം പണിയില്ലായിരിക്കും. ആ താൻ ചെല്ലു താൻ ചെല്ലുമ്പോൾ അങ്ങനെ നല്ല പണിയായിരിക്കും. വേഗം ചെല്ലും. ആ ഫയലൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞു സാറേ. കുഴപ്പങ്ങളൊന്നും കാണുന്നില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. മസ്റ്ററോ മറ്റോ ചെയ്യണമെന്ന്. ആ മസ്റ്റർ ചെയ്യോ? മസ്റ്റർ ചെയ്യാൻ ചെക്ക് മാറുന്നു. മസ്റ്റർ ചെയ്യാൻ ചെക്ക് മാറാൻ എന്താണ് മസ്റ്റർ സാറേ? മസ്റ്റർ
പഠിച്ചോ? എടോ, ഇയാൾ +2 വരെ പഠിച്ച ഇയാള് 89 മാസമായി ചെക്ക് മാറിക്കൊണ്ട് പോകുന്നു. മസ്റ്റർ ഒന്നാണോ അറിയത്തില്ല. എന്താ കഥ? എടോ, തന്നെപ്പോലുള്ളവർക്കൊക്കെ ഈ പ്രായമായവരുടെ ചെക്ക് മാറിക്കൊണ്ട് പോകുന്നു. അതിന്റെ കാശ് ചെലവാക്കാനൊക്കെ ഒരു മടിയില്ല. എന്നാൽ അതിനെപ്പറ്റി ഓഫീസ് കാര്യങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ ഒരു പിടി. അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് സാർ. മസ്റ്റർ എന്താണ്? ഇപ്പൊ മസ്റ്റർ ചെയ്യണം. മസ്റ്റർ ചെയ്യാതെ ഈ മസ്റ്റർ എന്താണെന്ന് എനിക്ക് അറിയണ്ടേ? ഇവിടെ മസ്റ്റർ എന്ന് പറഞ്ഞാല് എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തില് ഈ പെൻഷൻ വാങ്ങുന്ന ആൾക്കാരുടെ ഓഫീസ് വന്ന് ഈ മസ്റ്ററിൽ സൈൻ ചെയ്യും. അപ്പൊ മസ്റ്റർ എന്ന് വെച്ചാൽ അത് തന്നെ മസ്റ്റർ എന്ന് വെച്ചാൽ, അതായത് പെൻഷൻ വാങ്ങുന്നവര് നേരിട്ട് വന്ന് സൈൻ ചെയ്ത് പെൻഷൻ വാങ്ങുന്നതിന് ഈ മസ്റ്റർ എന്ന് പറയുന്നു. മനസ്സിലായോ? അപ്പൊ അവരിവിടെ വരണം. അത് വരണം. അവര് ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമാകണ്ടേ? അപ്പച്ചൻ മരിച്ചിട്ടില്ല സാറേ. അപ്പച്ചൻ മരിച്ചിട്ടില്ല. അതിപ്പോ നിങ്ങൾക്കല്ലേ അറിയൂ. അത് ഒഫീഷ്യലായിട്ട് ഞങ്ങൾക്ക് വ്യക്തമാകണ്ടേ? അപ്പൊ അപ്പച്ചനെ ഞാൻ നാളെ തന്നെ കൊണ്ടുവരാം സാറേ. ആ, അപ്പനെ കൊണ്ടുപോവാ. നിങ്ങൾക്ക് ഈ പെൻഷന്റെ തുകയല്ലാതെ മറ്റ് വരുമാന മാർഗമൊന്നുമില്ല? സാറേ, വേറെ വരുമാനമൊക്കെ ഉണ്ട്. പക്ഷെ ഈ പൈസ എന്നോട് വില കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് പറയാൻ അത് വയ്യാതെ. ശരിയാ. അതുണ്ടാവും. കാരണം വെറുതെ കിട്ടുന്നത്. സാറേ, അതുകൊണ്ടല്ല. ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരു 10 പൈസ മുട്ടായി വാങ്ങിക്കാൻ പൈസ ചോദിച്ചാൽ അപ്പച്ചൻ തരത്തില്ല. പിന്നെയാണല്ലോ +2 പഠിക്കുമ്പോൾ ഒരു 10 രൂപ ചോദിച്ചാൽ അതുപോലും തരത്തില്ല. അത് ശരി. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പൈസ കിട്ടുമ്പോൾ സന്തോഷം തന്നെയല്ലേ? അതുണ്ടാവും. അർഹതപ്പെടാത്ത കാശ് അല്ലെങ്കിൽ കിട്ടാൻ പറ്റാത്ത കാശൊക്കെ കിട്ടുമ്പോ അതുണ്ടാവും കേട്ടോ. അതുണ്ടാവും. അല്ല, ഞാൻ എനിക്ക് അപ്പച്ചനും കൂടെ ഒരു വേറെ എന്തെങ്കിലും പേപ്പറിന് എന്തെങ്കിലും ആവശ്യം വരുമോ? ഇപ്പോ പേപ്പറിന്റെയൊക്കെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതേ ഉള്ളൂ. അല്ല, അത് മനസ്സിലായില്ല. ഇവിടെ ഏതായാലും ഇതിന്റെ പുറകിലെ ഒക്കെ പേപ്പറിന്റെ വർക്കിനൊക്കെ ഏതായാലും നിങ്ങൾ അപ്പനെ കൊണ്ടുപോകാം കേട്ടോ. ഞാൻ നാളെ തന്നെ കൊണ്ടുവരാം സാറേ. നിങ്ങളുടെ അപ്പൻ വയ്യാതെ കിടക്കുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ എഴുന്നേക്കാൻ നടക്കാൻ പോലും വയ്യ. ഞാൻ കൊണ്ടുവന്നല്ലേ പറ്റൂ. സാറിന് ബോധ്യപ്പെടണ്ടേ? ഏതായാലും ബോധ്യപ്പെടുക. അപ്പം ഞാൻ നാളെ തന്നെ സാർ സാവകാശത്തിൽ കൊണ്ടുവന്നോ കേട്ടോ. സാറേ, അത് എനിക്ക് ഇത്ര ധൃതിയുണ്ട് സാറേ. അപ്പം സാറിന് ബോധ്യപ്പെട്ടല്ലേ പെൻഷൻ കാശ് എടുത്തോളൂ. അത് തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. അപ്പം ഞാൻ പെട്ടെന്ന്